കനേഡിയൻ പൗരയായ മലയാളി വനിത സംഗീത അയ്യർ വിദേശ ക്രൗഡ് ഫണ്ടിംഗ് വെബ്സൈറ്റുകൾ വഴി പണം പിരിച്ച് 4 ഏക്കർ സ്വകാര്യ ഭൂമി വനം വകുപ്പിന് വാങ്ങി നൽകിയെന്ന വാർത്താസമ്മേളനത്തിൽ ദുരൂഹത. വോയ്സ് ഫോർ ഏഷ്യൻ എലിഫന്റ് സൊസൈറ്റി എന്ന വിദേശ സംഘടന ഒരു ഭൂമിയും സർക്കാരിന് നൽകിയില്ലെന്ന് വനമന്ത്രി നിയമസഭയെ അറിയിച്ചു. കേരളത്തിലെ ആനകളെ സംരക്ഷിക്കാനെന്ന പേരിൽ വിദേശ സംഘടന നടത്തുന്ന ഫണ്ട് പിരിവിനെതിരെ സ്വതന്ത്ര കർഷക സംഘടന CBI അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തി. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കനേഡിയൻ പൗരയായ പാലക്കാട് സ്വദേശി സംഗീത അയ്യർ ഇന്ത്യൻ ആനകളെ സംരക്ഷിക്കുക എന്ന പേരിലാണ് അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത വോയ്സ് ഫോർ ഏഷ്യൻ എലിഫന്റ് സൊസൈറ്റി എന്ന സംഘടന വഴി പണപ്പിരിവ് നടത്തിയത്. 2016 രൂപീകൃതമായ സംഘടന 9 പ്രൊജക്റ്റുകളിലായി ഇതുവരെ 2,63 ലക്ഷം രൂപയിലധികം പിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആനത്താരകൾ ഛിന്നഭിന്നമായി കിടക്കുകയാണെന്നും അതിനിടയിലുള്ള സ്വകാര്യ ഭൂമി വനം വകുപ്പിന് വാങ്ങി നൽകും എന്നു പറഞ്ഞ് 357 പേരിൽ നിന്നായി 43 ലക്ഷം രൂപയാണ് പിരിച്ചെടുത്തത്. 2019 പിരിവ് അവസാനിപ്പിച്ചെങ്കിലും 3 വർഷം ഒന്നും ചെയ്തില്ല. കഴിഞ്ഞ ജൂണിൽ എറണാകുളം പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് വനം വകുപ്പ് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് K. വിജയാനന്ദിന് 4 ഏക്കർ ഭൂമിയുടെ രേഖകൾ കൈമാറുകയും ചെയ്തു. യൂട്യൂബും ഫേസ്ബുക്കും അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ഭൂമി വാങ്ങി നൽകി എന്ന് പ്രചരിപ്പിച്ചു. ഇതിൽ സംശയം തോന്നിയ കേരളത്തിലെ സ്വതന്ത്ര കർഷക സംഘടന വിവരാവകാശ നിയമപ്രകാരം വനം വകുപ്പിനോട് വാങ്ങി നൽകിയ ഭൂമിയുടെ വിവരം ചോദിച്ചു. 1 സെന്റ് പോലും സംഗീത അയ്യരോ സംഘടനയോ വാങ്ങിക്കൊടുത്തിട്ടില്ല എന്നായിരുന്നു നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നുള്ള മറുപടി. നിലമ്പൂർ MLA PV അൻവർ ഇക്കാര്യം വനം മന്ത്രിയോട് നിയമസഭയിൽ ചോദിച്ചു. സംഗീത അയ്യരുടെ സംഘടന അങ്ങനെയൊരു ഭൂമി വാങ്ങി തന്നില്ലെന്നായിരുന്നു വനം മന്ത്രിയുടെ മറുപടി. സംഗീത അയ്യർ പണം പിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ മറുപടി നൽകി. ഭൂമിയുടെ രേഖ വാർത്താ സമ്മേളനത്തിൽ ഏറ്റുവാങ്ങിയ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വിജയാനന്ദിനോട് ഞങ്ങൾ വിശദീകരണം തേടി. വാങ്ങി നൽകിയ ഭൂമിയുടെ ആധാരമല്ലെന്ന്, ഭൂമി വാങ്ങി നൽകാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രൊപ്പോസലാണ് കൈമാറിയതെന്നും മറുപടി. എന്നാൽ സംഗീത അയ്യർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മാധ്യമങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചതാണ്. കൈമാറിയെന്ന് പറഞ്ഞ ഭൂമിയിൽ നിന്നുകൊണ്ട് സംഗീത അയ്യർ വീഡിയോ എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിലും പ്രദർശിപ്പിച്ചിരുന്നു. So this is a really wonderful opportunity for us to have this land rewilded, and hopefully we can continue to do more such work. Thanks to each and every one of our donors for your support. Look at collectively we are doing great work, and without your support we just cannot do this work. You understand the power of collective. പണപ്പിരിവിനെ കുറിച്ച് ED അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്വതന്ത്ര കർഷക സംഘടനയായ കിഫ ഇതിനകം പരാതി നൽകിയിട്ടുണ്ട്. കേരള വനംവകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് വിദേശത്ത് വളരെ വലിയ രീതിയിൽ ഫണ്ട് സമാഹരണം നടന്നിട്ടുള്ളതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് K. വിജയാനന്ദ് അടക്കമുള്ള കേരളത്തിലെ മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഈ വിഷയത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് K. വിജയാനന്ദിനെ അടിയന്തരമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നാണ് കിഫയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്. CBI അന്വേഷണവും കിഫ ആവശ്യപ്പെടുന്നു. കേരളത്തിലെ ആനകളെ സംരക്ഷിക്കാനെന്ന പേരിൽ വിദേശത്ത് നിന്നടക്കം ഇഷ്ടം പോലെ ഫണ്ട് പിരിക്കുക, വനം വകുപ്പിനു വേണ്ടി ഭൂമി വാങ്ങി നൽകിയെന്ന് പ്രഖ്യാപിക്കുക. വിദേശികളുടെ അടുത്തു നിന്ന് പണം പിരിച്ചിട്ട് വേണോ കേരളത്തിലെ ആനകളെ സംരക്ഷിക്കാൻ? റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ഈ വാർത്ത ബ്രേക്ക് ചെയ്ത TV പ്രസാദ് ഉണ്ട്. പ്രസാദ്, ഒരു ആനയുടെ പേരിലുള്ള തട്ടിപ്പ് എന്ന വിധത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ആന വലിയ രീതിയിൽ ചർച്ചയായി നിൽക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തണ്ണീർക്കൊമ്പൻ. അപ്പോൾ ആനപ്രേമികളെല്ലാം തന്നെ തണ്ണീർക്കൊമ്പന് അനുകൂലമായി രംഗത്ത് വരുന്നത് നമ്മൾ കാണുകയാണ്. കേരളത്തിൽ നിരവധി ആനപ്രേമികളുണ്ട്. അപ്പോൾ ഈ സംഗീത അയ്യർ ആരിൽ നിന്നാണ് പണം മേടിച്ച് കബളിപ്പിച്ചതായി നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഗുഡ് മോർണിംഗ് ബിനിൽ, ശ്രുതി. ലോകത്തിൽ ഒരുപാട് സംഘടനകൾ വ്യാപകമായി പണപ്പിരിവ് നടത്തുകയും പല സാമൂഹ്യ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. പാലക്കാട് സ്വദേശിയായ നിലവിൽ കനേഡിയൻ പൗരയായ സംഗീത അയ്യർ ഇത്തരത്തിൽ 9 പ്രൊജക്റ്റുകളിലായി ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം 2016 മുതൽ ഇങ്ങോട്ടേക്ക് പണപ്പിരിവ് നടത്തുന്നുമുണ്ട്. പ്രധാനമായും ഏഷ്യൻ ആനകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയം. പക്ഷേ ഏഷ്യൻ ആനകളെ
ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിൽ, കേരളമടക്കമുള്ള 3 സംസ്ഥാനങ്ങളിലെ ഇടപെടലാണ് കൂടുതലായും ഈ സംഗീത അയ്യർ നടത്തുന്നത് തന്നെ. ഈ 9 പ്രൊജക്റ്റിൽ ഒന്നാണ് സ്വകാര്യ ഭൂമി വനം വകുപ്പിന് വാങ്ങി നൽകുക എന്നുള്ളത്. നമുക്കറിയാവുന്നതുപോലെ പല വനപ്രദേശങ്ങളിലും 2 വനങ്ങൾക്കിടയിലുള്ള സ്വകാര്യ ഭൂമി ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അത് ആനത്താരകൾ അത്തരത്തിൽ ബ്രേക്ക് ചെയ്യാനുള്ള കാരണം, അതായത് ആനക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള ഒരു വഴിയില്ല എന്നുള്ള വിഷയം പല തലങ്ങളിലും ഒക്കെ നേരത്തെ തന്നെ ചർച്ച ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഭൂമി വനം വകുപ്പിന് വാങ്ങി നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 9 പ്രൊജക്റ്റിൽ ഒരു പ്രൊജക്റ്റ്, അതായത് ഛിന്ന ഭിന്നമായി കിടക്കുന്ന ആനത്താരകൾ സജീവമാക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ ആനകളെ സംരക്ഷിക്കാൻ എന്ന പേരിലാണ് അമേരിക്കൻ ആസ്ഥാനമായ ഈ സംഘടന സംഗീത അയ്യരുടെ നേതൃത്വത്തിൽ ലോകമാകെയുള്ള വിദേശികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയത്. അങ്ങനെ 2019 അവസാനിച്ച പണപ്പിരിവിൽ 43 ലക്ഷം രൂപയാണ് ഈ ഒരൊറ്റ പ്രൊജക്റ്റിൻ്റെ പേരിൽ മാത്രം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുകയും ചെയ്തത്. ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് 9 പ്രൊജക്റ്റുകൾ വേറെയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. ഈ 43 ലക്ഷം രൂപ 2019 പിരിവ് അവസാനിപ്പിച്ചതിന് ശേഷം ഇവിടെ വളരെ സജീവമായി ഇവരുടെ ഈ പ്രവർത്തനങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാരണം നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ആനകളെക്കുറിച്ച് ഒരു വിവാദമായ ഡോക്യുമെൻ്ററി എടുത്ത വനിതയാണ് ഇവർ. മാത്രമല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ നിരവധി ക്ലാസുകൾ എടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. കിഫ എന്ന് പറയുന്ന സംഘടന സ്വതന്ത്ര കർഷകരുടെ ഒരു സംഘടനയാണ്. അവർ വിവരാവകാശ നിയമപ്രകാരം ഈ ബന്ധപ്പെട്ട ആ ഭൂമി വാങ്ങിയ 4 ഏക്കർ ഭൂമി വാങ്ങിക്കൊടുത്തു എന്നാണ് പറയുന്നത്. ആ വനം വകുപ്പിൻ്റെ നിലമ്പൂരിലെ ഓഫീസിൽ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്ത സമയത്ത് അങ്ങനെ ഒരു സംഗീത അയ്യരോ സംഗീത അയ്യരുടെ സംഘടനയോ ഒരു ഭൂമി പോലും വാങ്ങിത്തന്നില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പക്ഷേ 2023 ജൂണിൽ എറണാകുളം പ്രസ് ക്ലബിൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കെ വിജയാനന്ദനാണ് ഈ ഭൂമിയുടെ ഡോക്യുമെൻ്റ് കൈമാറിയത്. പത്രങ്ങളിൽ വലിയ വാർത്തകൾ വന്നു. അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് പ്രദർശിപ്പിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ഇത്തരം സഹായങ്ങൾ ഇനിയും ഉണ്ടാകണം എന്ന് പറയുകയും ചെയ്തു. നമ്മൾ വാർത്തയിൽ തന്നെ കണ്ടതാണ്. പക്ഷേ ഈ വിവരാവകാശ പ്രകാരം അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഭൂമി കൈമാറിയിട്ടില്ല. പിന്നീട് നിയമസഭയിൽ ഈ വിഷയം വന്നു. നിലമ്പൂർ MLA ആയ PV അൻവർ തന്നെ വനം മന്ത്രിയോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടി. ഇങ്ങനെ സംഗീത അയ്യരുടെ സംഘടന ഏതെങ്കിലും രീതിയിൽ വനം വകുപ്പിന് ഭൂമി നൽകിയിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള പണപ്പിരിവ് അവർ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും പരിപാടിയുമായിട്ട് ഈ സംഗീത അയ്യരുടെ സംഘടനയ്ക്ക് കേരളവുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഭൂമിയും വാങ്ങി തന്നിട്ടില്ല എന്ന മറുപടിയാണ് വനം മന്ത്രി നൽകുന്നത്. മാത്രമല്ല ഒരു പ്രൊപ്പോസൽ ആ വനം വകുപ്പിൻ്റെ മുന്നിലുണ്ട് എന്ന് മാത്രമായിരുന്നു മറുപടി. മാത്രമല്ല ഇങ്ങനെ ഒരു പിരിവ് നടത്തുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു AK ശശീന്ദ്രൻ്റെ മറുപടി. ഒരു പരിപാടിയുമായും സംഗീത അയ്യരുമായി സർക്കാരോ വനം വകുപ്പോ കൈകോർത്തിട്ടില്ല എന്നും AK ശശീന്ദ്രൻ പറയുന്നു. അതിൻ്റെ അർത്ഥമാണ് ഈ സംഘടനകളെല്ലാം അന്വേഷിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമി കൈമാറ്റം എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം നടത്തിയ ആ ഭൂമി എവിടെയാണ് പോയത്? ആ ഭൂമി യഥാർത്ഥത്തിൽ സംഗീത അയ്യർ വാങ്ങിയിട്ട് പിന്നെ എന്താണ് ചെയ്തത്? പക്ഷേ വിജയാനന്ദിനെ ഞങ്ങൾ വിളിച്ച സമയത്ത് വിജയാനന്ദ് പറഞ്ഞത് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ് അന്ന് രേഖകൾ കൈമാറിയത്. വിജയാനന്ദ് പറയുന്നത് അങ്ങനെ ഒരു പ്രൊപ്പോസൽ മാത്രമാണ് കൈമാറിയത് എന്നാണ്. പക്ഷെ നമ്മൾ തിരിച്ചു ചോദിച്ചു, അങ്ങനെയല്ലല്ലോ സാമൂഹിക മാധ്യമങ്ങളിലും അടുത്ത ദിവസം പത്രങ്ങളിലും വന്ന വാർത്ത ഭൂമിയുടെ രേഖ വനം വകുപ്പിന് കൈമാറി എന്നാണല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെയല്ല സംഭവിച്ചത്, ഈ പ്രൊപ്പോസൽ കൈമാറി എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രൊപ്പോസൽ കൈമാറാനാണെങ്കിൽ എന്തിനാണ് ഇത്ര വലിയ ചടങ്ങ് ഇത്ര പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ വിളിച്ച് നടത്തണം എന്നുള്ളതാണ്. മാത്രമല്ല 2019 തന്നെ ഈ പിരിവ് അവസാനിക്കുകയും ചെയ്തു. അതിനിടയിൽ ഈ നമ്മൾ പറഞ്ഞ ഈ സംഗീത അയ്യരെ ഫോളോ ചെയ്യുന്ന സംഘടന പല തവണകളായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു.